ഇന്നത്തെ വീഡിയോയിൽ ഒരു കേരള സ്റ്റൈൽ ചെമ്മീൻ കറിയുടെ റെസിപ്പിയാണ്. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ഇപ്പോൾ ഒരു നാടൻ സ്റ്റൈലിലൊരു ചെമ്മീൻ കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് പച്ചമുളക്, ഒരു 3 പച്ചമുളക്, അതേപോലെ ഏകദേശം 25 ഗ്രാമോളം ഉണ്ടാവും, ഒരു പിടി ചുമന്നുള്ളി, 10 അല്ലിയോളം ഉണ്ട്, 2 അല്ലി വെളുത്തുള്ളി വളരെ കുറച്ച് മതി, അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഏകദേശം ഒരു 5 ഗ്രാംസ് ഉണ്ടാവും. ഇത് ഇത്രയും കൊണ്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക, അരയണ്ട, ക്രഷ് ചെയ്തെടുക്കുക. മുളക് എപ്പോഴും നിങ്ങളുടെ എരിവിൻ്റെ പ്രിഫറൻസ് അനുസരിച്ചിടുക. ഇതേപോലെ ഒന്ന് ചതച്ച് കിട്ടിയാൽ മതി. മൺചട്ടി ചൂടാക്കാം. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഈ ചതച്ച് വെച്ച മിക്സറിനകത്തേക്ക് ചേർക്കാം. ഇങ്ങനെ പച്ചമണം മാറണം, അതുവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നമ്മളിന്ന് ഉപയോഗിക്കുന്നത് 1/2 കിലോ ചെമ്മീൻ വെച്ചിട്ടാണ്. 1/2 കിലോ ചെമ്മീൻ നമുക്ക് ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ 250 ഗ്രാംസ് കിട്ടും. ആ ഒരു അളവിലാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ പച്ചമണം മാറുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. അതിനായിട്ട് 1/2 കപ്പ് തേങ്ങയാണ് എടുത്തേക്കുന്നത്. 1/2 കപ്പ് തേങ്ങയിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ്, 2.5 ടേബിൾ സ്പൂൺ എടുത്തു. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ. അപ്പോൾ ഈ 2 ഇൻഗ്രീഡിയൻസും കൂടെ അല്പം വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. തേങ്ങ നന്നായിട്ട് അരയണം. ഈ ഒരു സ്റ്റേജ് വരെ ആയി കഴിയുമ്പോൾ നമുക്ക് മിക്സറിനകത്തേക്ക് ഇടാം. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇച്ചിരി സമയം എടുത്ത്, 4-5 മിനിറ്റ് സമയം എടുത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പം മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരപ്പ് ഫുള്ളായിട്ട് ഇങ്ങനെ എടുക്കാം. ഈ ഒരു കറിയുടെ രുചി എന്ന് പറഞ്ഞാൽ ഈ അരപ്പ് നന്നായിട്ട് മൂക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. ഏകദേശം ഒരു 4 to 5 മിനിറ്റ് സമയം എടുക്കും. ഈ അരപ്പ് നന്നായിട്ട് മൂത്തു. നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ചേർക്കണം. ഒരു കപ്പ് വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ 2 കഷ്ണം പുളി ഇതുപോലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തോടു കൂടെ തന്നെ ചേർക്കാം. പുളി ഒന്ന് കീറിയെങ്കിലും. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില, ഇത്രയും ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. ചെമ്മീൻ ആയതുകൊണ്ട് തന്നെ കുക്കിംഗ് ടൈം ഒട്ടുമില്ല. അതുകൊണ്ട് ഈ ഒരു മിക്സർ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ തേങ്ങ അരച്ച മിക്സർ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുക, ഉപ്പ് എരിവൊക്കെ പാകത്തിനാണോ എന്ന് നോക്കുക. അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടേക്കുന്നത് 1.5 ടീസ്പൂണാണ് മൊത്തം. ഇതിലേക്ക് ചെമ്മീൻ 1/2 കിലോ പ്രോൺസ് ആണ്. 1/2 കിലോ പ്രോൺസ് ക്ലീൻ ചെയ്ത് വരുമ്പോൾ 250 ഗ്രാംസേ ഉണ്ടാകത്തുള്ളൂ. അതും ചേർക്കും. നല്ല തിള വന്ന് തുടങ്ങുമ്പോൾ തീ കുറച്ച് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 5 മിനിറ്റ്സോളം നമ്മൾ കുക്ക് ചെയ്തു. അപ്പോൾ എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കുക. പ്രോൺസ് കുക്ക് ചെയ്ത റബ്ബർ പോലാവും. അപ്പം സോഫ്റ്റായിട്ട് കട്ടാകുന്നുണ്ടെങ്കിൽ കുക്ക്ഡായിട്ടുണ്ടാവും. ഇത് പെർഫെക്റ്റ്ലി കുക്ക്ഡാണ്. നോക്കിക്കയറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന കാണാം. അപ്പോൾ നമുക്കറിയാം കറി റെഡിയാണെന്നുള്ളത്. ഇനി ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് താളിച്ചെടുക്കാം. അപ്പം താളിക്കാനായിട്ട് 2 ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ചൂടാക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിനകത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കടുകിടാം. ഒരു 1/8 ടീസ്പൂൺ ഉലുവ, ചുവന്നുള്ളി 2 എണ്ണം നീളത്തിലരിഞ്ഞത്, ചുവന്നുള്ളി ഗോൾഡൻ ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കറിവേപ്പില ഇടാം. എപ്പോഴും താളിച്ച് കഴിഞ്ഞ് 1 മിനിറ്റെങ്കിലും അടച്ച് വെക്കുക. അതിൻ്റെ ഫ്ലേവേഴ്സ് എല്ലാം കൂടെ ഇൻഫ്യൂസ്ഡ് ആവാനായിട്ട്. തേങ്ങ അരച്ച കറി ആയതുകൊണ്ട്
തേങ്ങയിൽ നിന്നുള്ള എണ്ണ വരും വഴറ്റുമ്പോൾ. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ചെമ്മീൻ കറി ഒരു 4 പേർക്കൊക്കെ കഴിക്കാവുന്ന ഒരു അളവാണ്. ഇത് അത്യാവശ്യം എരിവായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എരിവും പുളിയൊക്കെ ഉള്ളൊരു കറിയാണ്. അപ്പോൾ എരിവ് അധികം വേണ്ടാത്തവരാണെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് ഒന്നുകിൽ 1 അല്ല 2 ആയിട്ടൊക്കെ കുറയ്ക്കുക. അല്ലെങ്കിൽ മുളക് പൊടിയുടെ അളവ് വേണമെങ്കിലും കുറയ്ക്കാം. നമ്മൾ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ട് തന്നെ മുളക് പൊടിയുടെ എരിവിനേക്കാളും പച്ചമുളകിൻ്റെ എരിവായിരിക്കും ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല ഒരു കോമ്പിനേഷൻ ആയിരിക്കും. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.